ആ കടമ്പ കടന്നാൽ പിന്നീടുള്ളത് എളുപ്പമാണെന്ന് പറയാറില്ലേ? അതുപോലൊരു ഉദ്യമത്തിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഉത്തർപ്രദേശ് എന്നതാണ് ആ രാഷ്ട്രീയ ഉദ്യമം. രാജ്യത്തിന്റെ ഭരണത്തിലേക്ക് നടന്നു കയറാൻ ഉത്തർപ്രദേശ് എന്ന കടമ്പ കടക്കേണ്ടത് പ്രധാനമാണ്. 403 നിയമസഭാ സീറ്റുകളും 80 ലോക്സഭാ സീറ്റുകളുമുള്ള ഉത്തർപ്രദേശ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന മണ്ണാണെന്നതിൽ സംശയമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നൊരു മാസത്തിനിപ്പുറം 3 തവണയാണ് രാഹുൽ ഉത്തർപ്രദേശിലെത്തിയത്. ദേശീയ രാഷ്ട്രീയത്തിൽ യുപിയുടെ പങ്ക് അനിഷേധ്യമായതിനാൽ തന്നെയാവാം രാഹുലിന്റെ നീക്കമെന്നാണ് വിലയിരുത്തൽ. 2019 അമേഠിയിൽ നേരിട്ട കനത്ത തോൽവിക്ക് ശേഷം 5 വർഷത്തിനിടെ രാഹുൽ ഉത്തർപ്രദേശിലെത്തിയത് വെറും 3 തവണ മാത്രമായിരുന്നു എന്നത് സൂചിപ്പിക്കട്ടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു ധന്യവാദ് സഭയുമായി ആദ്യ വരവ്. റായ്ബറേലിയിലും അമേഠിയിലും BJP ഹിന്ദുത്വം വിളമ്പിയ അയോധ്യ അടങ്ങുന്ന ഫൈസാബാദിലുമടക്കം BJP കേന്ദ്രങ്ങളെ ഞെട്ടിപ്പിച്ച ഇന്ത്യ സഖ്യത്തിന്റെ വിജയത്തിൽ വോട്ടർമാർക്ക് നന്ദി പറയാനായിരുന്നു ആ വരവ്. ഹാത്രസിരകളെ സന്ദർശിക്കാനായിരുന്നു രാഹുലിന്റെ രണ്ടാമത്തെ വരവ്. ഭോലെ ബാബ എന്ന സൂരജ് പാൽ ആൾദൈവത്തിന്റെ പരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 121 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഹാത്രസിന് രാഹുലിന്റെ സന്ദർശനം ആശ്വാസമായിരുന്നു. സാധ്യമായ എല്ലാ വഴികളിലൂടെയും ജനങ്ങളെ സഹായിക്കുമെന്ന് ഉറപ്പ് നൽകിയായിരുന്നു രാഹുലിന്റെ ആ മടക്കം. വിവിധ സാമൂഹിക വിഭാഗങ്ങളെ പങ്കെടുപ്പിക്കാൻ യോഗം വിളിച്ചുകൂട്ടിയാണ് രാഹുൽ 3ാമതും ഉത്തർപ്രദേശിലെത്തിയത്. വരാനിരിക്കുന്ന ബജറ്റ് സമ്മേളനത്തിനായുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഈ യോഗത്തിന്റെ ലക്ഷ്യമെന്നാണ് വിവരം. ജനകീയമായ ഇടങ്ങളിലേക്കും ആൾക്കൂട്ടങ്ങളിലേക്കും സദസ്സുകളിലേക്കുമാണ് രാഹുൽ 3 തവണയും എത്തിയത്. ഓരോ തവണയും സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ളവർ മുതൽ താഴേക്കിടയിലുള്ള ദുർബലരായ മനുഷ്യരെ വരെ ചേർത്തു പിടിച്ച് മടങ്ങി. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പാർലമെന്റിൽ പ്രസംഗിച്ച ആദ്യ ദിനം തന്നെ ഫൈസാബാദ് എംപിക്ക് രാഹുൽ കൈകൊടുത്ത് അഭിനന്ദിച്ചത് ഓർക്കുന്നുണ്ടാവും. അയോധ്യയിൽ അഭിരമിച്ച BJPക്കും മോദിക്കും കനത്ത തിരിച്ചടിയായിരുന്നു രാഹുലിന്റെ ആ പ്രവൃത്തി. അമേഠിയിലെ തോൽവിക്ക് പിന്നാലെ BJP നേതാവ് സ്മൃതി ഇറാനി അധിക്ഷേപിക്കപ്പെട്ടപ്പോൾ അത് ഭീരുക്കളുടെ രീതിയാണെന്നും ആക്രമണം നിർത്തണമെന്നും പറയുന്ന രാഹുലിനെയും കഴിഞ്ഞ ദിവസം കണ്ടു. വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കണമെന്ന് നിരന്തരം ആവർത്തിക്കുന്ന രാഹുലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും കൂടുതൽ ജനകീയമാവുകയായിരുന്നു. ഓരോ തവണയും ബാർ ഡാൻസർ എന്നതിൽ തുടങ്ങി മക്കളുടെ പിതൃത്വം ചോദ്യം ചെയ്തുവരെ സോണിയാഗാന്ധിക്കെതിരെ കടന്നാക്രമണം നടത്തിയിട്ടുള്ള BJPക്കുള്ള മറുപടി കൂടിയാവണം രാഹുലിന്റേത്. ഇതെല്ലാം പുതിയ തലമുറയടങ്ങുന്ന ജനാധിപത്യ വിശ്വാസികൾക്ക് സ്വീകാര്യമാണെന്നതും സംഘപരിവാറിന് പ്രതിരോധമാണെന്നുമുള്ള ബോധ്യം ഉറപ്പിക്കുക കൂടിയാണ്. ഉത്തർപ്രദേശിലേക്കുള്ള രാഹുലിന്റെ ചുവടുമാറ്റം കോൺഗ്രസ് നേതാക്കൾക്കും താഴെത്തട്ടിലെ പ്രവർത്തകർക്കും നൽകുന്ന ഊർജം ചെറുതല്ല എന്നതാണ് മറ്റൊരു കാര്യം. മികച്ച വിജയം നേടിയെടുത്തതിനു ശേഷം സംസ്ഥാനത്തെ രാഹുൽ ശ്രദ്ധിക്കുന്നതിൽ പ്രവർത്തകരും നേതാക്കളും സന്തോഷത്തിലാണ്. തെരുവിലേക്കിറങ്ങാൻ അവർക്ക് ഉത്തേജകമാകുന്ന ഘടകമായി ഇത് മാറി. ഉത്തർപ്രദേശ് തിരിച്ചുപിടിക്കാനാകാത്ത BJPയുടെ ശക്തി കേന്ദ്രമാണെന്ന ധാരണ തിരുത്തി 2024 ലോക്സഭാ ഫലം കോൺഗ്രസിന് നഷ്ടപ്പെട്ട ഇടം വീണ്ടെടുക്കാൻ അവസരമൊരുക്കിയിട്ടുണ്ട്. തോറ്റുപോയപ്പോഴെല്ലാം ഉൾവലിഞ്ഞ എന്നാൽ വിജയത്തിൽ അത്യധികം ശക്തിയോടെ തിരിച്ചു വരുന്നതാണ് രാഹുലിന്റെ രീതി. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിനിപ്പുറം പ്രകടവുമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഭാരത് ജോഡോയിലൂടെ ദേശീയ നേതാവായി സ്വയം പരുവപ്പെടുത്തിയ രാഹുൽ രാഷ്ട്രീയത്തിൽ കൂടുതൽ തെളിയുകയായിരുന്നു. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രസക്തമായി തുടരണമെങ്കിൽ രാഹുലിന്റെ ഉത്തർപ്രദേശിലെ ഇടപെടൽ നിർണായകമാണ്. അവിടെ ശ്രീനിവാസിനെയും കിഷോരിലാൽ ശർമ്മയെയും സഹോദരി പ്രിയങ്കയെയും പോലുള്ള നേതൃത്വം ഒപ്പമുണ്ടെങ്കിൽ വയനാട്ടിൽ നിന്നുള്ള രാഹുലിന്റെ ഉത്തരേന്ത്യയിലേക്കുള്ള തിരിച്ചുപോക്ക് വെറുതെ പോവില്ല.